ചെമ്പരത്തി വല കഴിച്ചിട്ട് വളയമ്പിൽ പിടിച്ചിട്ട് കാളി കണ്ടേ ഒരു 1.5 ദിവസം എന്നുള്ളൊരു അശ്വതി ഇങ്ങനെ മുഴങ്ങിന്ന് പറഞ്ഞു. ആ സമയം ഇയാളുടെ കയ്യ് വളയമ്പ് നിൽക്കാൻ കഴിയില്ല, പിടിച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യുന്ന വെച്ചപ്പോഴാണ് അതിന് കുറെ ഭൂമി വരെ ചാർത്തി കൊടുക്കണ്ടായി. നമസ്കാരം, സുധീഷ് ചെമ്പാശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ചെത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പനംകുറിശ്ശിക്കാവ്. അപ്പൊ കുറെ ആളുകൾ എന്റെ അടുത്ത് ഇൻബോക്സിൽ പറഞ്ഞിരുന്നു ഈ പനംകുറിശ്ശിക്കാവിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളാണ് ആദ്യം ഷെയർ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ കുറെ ആളുകൾ പനംകുറിശ്ശിക്കാവിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ പനംകുറിശ്ശിക്കാവിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാ ആളുകളും നമ്മുടെ ചെയർമാൻ, അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇവിടുത്തെ ജീവനക്കാർ, തിരുമേനി, എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും കൂടി ഒന്നിച്ച് കാണുമ്പോൾ. അപ്പൊ ഇതിന് കുറെ ചരിത്രവും ഐതിഹ്യവും, ഇതിന് മറ്റൊരു കീഴടം ക്ഷേത്രമൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് പാലക്കാട് ജില്ലയിൽ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മാനവ മൈത്രിയുടെ സന്ദേശം പ്രചരിപ്പിച്ച പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാരായണത്തു ഭ്രാന്തന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഗ്രാമത്തിന്റെ തിലകക്കുറിയായ ശ്രീ പനംകുരിശി ഭഗവതി ക്ഷേത്രം. ദക്ഷയാഗത്തെ തുടർന്ന് ശിവന്റെ കോപഭാരം ശാപരൂപത്തിൽ അനുഭവിക്കേണ്ടി വന്നതിന്റെ ഭാഗമായി 3 തവണ ജന്മമെടുത്ത് പരമശിവന്റെ ശിക്ഷ ശിരസാവഹിച്ച ദേവിയാണ് ശ്രീ പനംകുരിശി ഭഗവതി എന്നാണ് വിശ്വാസം. ഔവയ്യാർ, കർണകി എന്നിങ്ങനെയാണ് മുൻ ജന്മങ്ങളെന്നും ഇതിലെ കർണകിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നുമാണ് ഭക്തസങ്കല്പം. പുകഴ്പെറ്റ ചോഴ രാജ്യത്തെ മന്ത്രിപുത്രിയായ 3ാമത്തെ ജന്മത്തിൽ പിറന്ന ദേവി ശൈശവത്തിൽ തന്നെ അതീവ ശിവഭക്തയായിരുന്നു. താരുണ്യത്തിലെത്തിയിട്ടും തന്റെ ശാപമോക്ഷാർത്ഥം പലവിധ നോമ്പുകളും നേർക്കാഴ്ചകളുമായി കഴിഞ്ഞിരുന്ന ദേവി തന്റെ ജന്മലക്ഷ്യത്തിലെത്തുകയായിരുന്നു. അക്കാലത്ത് ചോഴ പെരുമാളുടെ കൊട്ടാരത്തിലെത്തിയ അതീവ ശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യൻ രാജാവിനാൽ സംപ്രീതനായി അതിവിശിഷ്ടമായ ഒരു മുത്ത് രാജാവിന് സമ്മാനമായി നൽകി ഇപ്രകാരം പറഞ്ഞു: രാജൻ, ഈ മുത്ത് സദാ ശരീരത്തിൽ ധരിച്ചുകൊള്ളുക. ഇത് താങ്കൾക്കും രാജ്യത്തിനും സദാ ഐശ്വര്യവും സമ്പത്തും നേടിത്തരും. പക്ഷെ ഈ മുത്ത് കോർത്തെടുക്കുവാൻ പലരാലും ശ്രമിച്ചിട്ടും അസാധ്യമായി. കാരണം അതിൻ്റെ ദ്വാരം അത്രയും ചെറുതും വക്രവുമായിരുന്നു. ഒടുവിൽ രാജാവ് തൻ്റെ മന്ത്രിമുഖ്യനെ വരുത്തി ഒരു മണ്ഡലത്തിനുള്ളിൽ, അതായത് 41 ദിവസം മുത്തുകോർത്ത് മാലയാക്കുവാൻ കൽപ്പിച്ചു. ദിവസങ്ങൾ അവസാനിപ്പിച്ചിട്ടും രാജകൽപ്പന നിറവേറ്റാനാകാതെ വിഷമവൃത്തത്തിലായ മന്ത്രിയെ കണ്ട മകൾ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കുകയും വിവരം മന്ത്രി മകളെ ധരിപ്പിക്കുകയും ചെയ്തു. അതീവ ബുദ്ധിമതിയായ മകൾ പിതാവിനെ ആശ്വസിപ്പിക്കുകയും രാജകൽപ്പന അനുസരിച്ച് യഥാസമയം ലക്ഷ്യം നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് മന്ത്രി തന്നിലേൽപ്പിച്ച ദൗത്യം നിറവേറ്റി രാജസന്നിധിയിലെത്തിയപ്പോൾ രാജാവും സർവ്വജനവും അത്ഭുതപ്പെട്ടു. ഇത് എങ്ങനെയെന്ന് ആരാഞ്ഞു. രാജാവിനോട് തൻ്റെ മകളാണ് ഇത് കോർത്തതെന്ന് മന്ത്രി അറിയിച്ചു. ഇതറിഞ്ഞ രാജാവ് അതീവ ബുദ്ധിമതിയും അതീവ ഭക്തയും സൗന്ദര്യ സൈശീലാദി ഗുണങ്ങളുമുള്ള മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തനിക്ക് 41 ദിവസത്തെ വ്രതത്തിന് സമയം വേണമെന്നും വ്രതം കാലം കൂടുമ്പോൾ വിവാഹ കാര്യത്തെപ്പറ്റി തീരുമാനമെടുക്കാമെന്നും ദേവിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി മുഖ്യൻ രാജാവിനെ അറിയിച്ചു. തന്റെ 3 ജന്മത്തിലെയും ജന്മലക്ഷ്യം അടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ ദേവി അച്ഛനെയും കുലജനങ്ങളെയും വിളിച്ച് രാത്രി തന്നെ ചോള രാജ്യം വിട്ടു. നേരം പുലരുമ്പോൾ ചേര രാജ്യത്ത് എത്തി. ചോള രാജാവിന്റെ അഭീഷ്ടത്തിന് വഴങ്ങാതെ നാടുവിട്ടുവെന്നറിഞ്ഞ സാമൂതിരി ആദ്യം വിസമ്മതനായെങ്കിലും പിന്നീട് ഇഷ്ടമുള്ളിടത്ത് താമസിക്കുവാൻ അനുവാദം നൽകി. അങ്ങനെ ദേവിയും പരിവാരങ്ങളും പാലക്കാട് മുതൽ അങ്ങാടിപ്പുറം വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ താമസമാക്കിയെന്നും വ്യാപാരം, കൃഷി എന്നിവയുമായി വ്യാപരിച്ചു എന്നുമാണ് ഐതിഹ്യം. കാലക്രമത്തിൽ ആരാധന സൗകര്യാർത്ഥം ദേവിക്ക് പല ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഐതിഹ്യവും ചരിത്രവും പരസ്പര പൂരകമാകുന്നതിന് തെളിവാണ് പനംകുരിശി ചെത്തല്ലൂരും തിരുപുരായ്ക്കൽ തിരുവാഴിയോടും വായില്യാങ്കുന്ന് കടമ്പഴിപ്പുറവും കൊടിക്കുന്ന് പട്ടാമ്പിയും മാങ്ങോട് തിരുമാണ്ടാങ്കുന്ന് കോങ്ങാട് അങ്ങാടിപ്പുറം
കണ്ണകിയമ്മൻ, പാലക്കാട് എന്നീ ക്ഷേത്രങ്ങൾ. ചോളനാട്ടിൽ നിന്നും ഇവിടെ എത്തിയ സംഘം കുലത്തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വൈശ്യർ എന്നറിയപ്പെട്ടുവെന്നും ദേവിയെ പനയുടെ മൂലയിൽ സ്ഥാപിച്ചുവെന്നും ഐതിഹ്യം. ഈ പന മുറിച്ച് തൽസ്ഥാനത്ത് ക്ഷേത്രം പണിത് ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചതിനാൽ പനമുറിച്ചിക്കാവ് എന്നറിയപ്പെട്ടു. കാലാന്തരത്തിൽ ഇത് ലോപിച്ച് പനംകുറിശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നും ഈ പരമ്പരയുടെ കണ്ണികളായ 7 വീട്ടുകാർ ഉൾപ്പെടുന്നതാണ് മന്നാടിയാർ എന്ന സ്ഥാനപ്പേരുള്ള ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ. ഒരിക്കൽ സാമൂതിരി രാജാവ് കരിമ്പുഴയിലേക്കുള്ള തൻ്റെ യാത്രാമധ്യേ ക്ഷേത്ര പരിസരത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രദേശവാസികൾ പല്ലക്കിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന വായ്ത്താരിയുമായി ഇതുവഴി പല്ലക്കിൽ ആരും യാത്ര ചെയ്യില്ലെന്നറിയിച്ചു. നാടുവാഴിയായ രാജാവ് അതിൻ്റെ കാരണമന്വേഷിച്ചപ്പോൾ ഊരാളൻ ഇവിടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയുണ്ടെന്നും ദേവിക്കത് ഹിതകരമാവില്ല എന്നും അറിയിച്ചു. ഇത് കേട്ട് രാജാവ് അക്കാര്യം പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. കാളി, കരിങ്കാളി, കൂളി കണ്ടേൻ കാളി എന്ന് 3 പ്രാവശ്യം വിളിച്ചത്രേ. 3-ാം വിളിയിൽ ശ്രീകോവിലിനകത്തു നിന്നും വിളി കേട്ടെന്നും ഈ അട്ടഹാസം നിലയ്ക്കാതിരുന്നപ്പോൾ രാജാവ് ആയതിന് പല പ്രായശ്ചിത്തവും ചെയ്തു. അന്നു മുതൽ ദേവിക്ക് കുളിക്കുവാൻ ചന്ദനാദികൾ, നിവേദ്യാദികൾ എന്നിവയ്ക്കായി പല സ്ഥലത്തും രാജാവ് നീക്കിവെച്ചെന്നും ആ പേരിലെല്ലാമുള്ള സ്ഥലങ്ങൾ ഇന്നും ഈ ഗ്രാമത്തിൽ നിലവിലുള്ളതുമാണ്. കൂടാതെ രാജാവിന് ദേവിയെ വിളിച്ച ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിൽ അന്ന് ദേവി അടച്ചതാണ്. പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല. ദാരികാവതാനന്തരമുള്ള ചാമുണ്ഡി ഭാവത്തിലാണിവിടെ പ്രതിഷ്ഠ. ശ്രീകോവിലിൽ സപ്തമാതൃകകളുമൊത്ത പ്രതിഷ്ഠയും അയ്യപ്പൻ, ഗണപതി, നാഗങ്ങൾ, ക്ഷേത്രപാലകൻ എന്നീ ഉപദേവ പ്രതിഷ്ഠകളുമാണ് ക്ഷേത്രത്തിലുള്ളത്. ചരിത്രപരവും ഐതിഹ്യപരവുമായി അനവധി മിത്തുകളും പാരമ്പര്യ ചരിത്ര ശേഷിപ്പുകളും നിലനിൽക്കുന്ന ഈ ക്ഷേത്രം ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പാരമ്പര്യ ട്രസ്റ്റിമാരുടെ ഭരണസമിതിക്ക് കീഴിൽ പ്രവർത്തിച്ചു പോരുന്നു. ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നതോടൊപ്പം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം അതിന്റെ ഇത് കാണുമ്പോൾ ഓരോ അമ്പലത്തിനും ഓരോ ഘടന ഉണ്ട്. അതിന്റെ ഘടന കാണുമ്പോൾ 2000 വർഷത്തോളം പഴക്കം അതിന് ഏകദേശം ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ പ്രധാന ആഘോഷം എന്താ? ചൊവ്വായാണ് തുലാമാസില്. തുലാമാസില് 12-ാം തീയതി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച ഒരു ചൊവ്വായും, രണ്ടാമത്തെ ചൊവ്വാഴ്ച രണ്ടാമത്തെ ചൊവ്വാഴ്ച. അന്ന് ഭക്തർക്ക് പുറത്ത് ഇവിടെ നേദ്യം ഇവിടെ മുറ്റത്ത് വന്നിട്ട് വെച്ച് പാകം ചെയ്ത് ഭഗവതിക്ക് നേദിക്കാം. ബാലസുബ്രഹ്മണ്യൻ ഇവിടെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയാണ്, പാരമ്പര്യ ട്രസ്റ്റിയാണ്. അപ്പൊ നമ്മൾ ഈ അമ്പലത്തിന്റെ ഒരു പ്രധാന വഴിപാട്, കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു വഴിപാട് അല്ലെങ്കിൽ എന്താ? പുഷ്പാഞ്ജലി അല്ലെ? അത് ഏത് പുഷ്പാഞ്ജലിയാ? രക്തപുഷ്പാഞ്ജലി അല്ലെ? ഇവിടെ ഇപ്പൊ ഈ പനംകുറിശിക്കാവിനെ കുറിച്ച് ഞാൻ വേറെ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് കുറെ ആളുകൾ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ നടന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ കുറെ കാര്യങ്ങൾ നടന്നതായിട്ട് കുറെ ഇതുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ മാഷക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഇവിടുത്തെ പഴയ കെട്ടുകൾ. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ മാഷ് ഓർമ്മയിലെടുക്കാം? ഓരോരുത്തരും എന്തെങ്കിലും കാര്യസാധ്യത പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാൻ പറ്റും. അത് നടന്നിട്ടുണ്ട്, വഴിപാടുകൾ അത് നടന്നിട്ടുണ്ട് മാക്സിമം വഴിപാടുകൾ അല്ലേ? ഓ അത് ശരി. ഇതിപ്പോ നമ്മള് പാലക്കാട് നിന്ന് വരുന്ന ഒരാൾക്ക് എവിടെ ഇറങ്ങിയിട്ട് പോയി? കരിങ്കല്ലത്താണിയാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ട് പോരേണ്ടത് അല്ലേ? അതേമാതിരി മണ്ണാർക്കട ഭാഗത്തുനിന്നൊക്കെ നമ്മൾ എത്തേണ്ടത് കരിങ്കല്ലത്താണ്. ഇപ്പൊ വരുന്ന വന്നാൽ നമ്മൾ കരിങ്കല്ലത്താണിയാണ് ഇറങ്ങേണ്ടത് അല്ലേ? ഇപ്പൊ ഈ പാലം തുറക്കൊണ്ട് മാങ്ങോട്ടുപടിയും വരും. പേര് എത്ര വർഷമായി ഇവിടെ? 9 വർഷമായി അല്ലേ? ശരി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് അല്ലേ? ഇതിന്റെ മുന്നേ എവിടെയായിരുന്നു? ഇല്ല, ഞാന് കുറച്ചു കാലങ്ങൾ 2-3 കൊല്ലങ്ങളായിട്ട് 1-2 അമ്പലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അധികം തന്ത്രിമാരുടെ സഹായിയായിട്ട് അതെ അല്ലേ? നിരവധി അമ്പലങ്ങളിലെ കേരളത്തിലും ഇന്ത്യ പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടല്ലേ? പേര് ആനന്ദേട്ടൻ നമ്മൾ വരുമ്പോ തന്നെ ഭയങ്കര ചിരി മുഖത്തന്നെ കണ്ടില്ല, ഭയങ്കര പ്രസാദമുള്ള ഒരാളാട്ടോ. നമ്മൾ വന്നപ്പോ തന്നെ ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പൊ ഇതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആനന്ദേട്ടൻ. അപ്പൊ ആനന്ദേട്ടൻ എത്ര വർഷമായി ഇവിടെ? ജനുവരിയില്. ശരി. ഇതിപ്പോ ഏതാ ദേവസ്വം ബോർഡ്? ഏതാ? മലബാർ ദേവസ്വം. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ഒരു താമ്പൂര പ്രശ്നം നടത്തുണ്ടായി. താമ്പൂര പ്രശ്നത്തിൽ
ക്ഷേത്രത്തിന്റെ ഇല്ലായ്മകളും പോരായ്മകളും ഇന്നത്തെ അവസ്ഥ എന്താണത് എന്നുള്ളതും ഭാവി എങ്ങനെ വേണം എന്നുള്ളതിനും നിശ്ചയിച്ച് ഒരു തീരുമാനത്തിൽ എത്തണ്ടായി. താമ്പൂല പ്രശ്ന പ്രകാരം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചെല്ലാണ്ട് വന്നപ്പോഴാണ് താമ്പൂല പ്രശ്നം നടത്തിയിട്ട് പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രത്തില് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ പ്രതിഷ്ഠ, അതായത് ശ്രീകോവില് ആകെ വലിയ ഒരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് താമ്പൂല പ്രശ്നത്തിൽ കണ്ടപ്പോൾ പുതുക്കി പണിയാൻ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ ചെയ്യണമെന്നും അതല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഭയങ്കര നഷ്ടം വരും, തീർത്താ തീരാത്ത ഒരു അപകടം സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടിട്ട് ക്ഷേത്ര ജീർണോദ്ധാരണം നടത്തണമെന്ന് ശ്രീകോവില് പുതുക്കി പണിയണമെന്നും വിഗ്രഹം പുതുക്കി പണിയണം എന്നൊക്കെയാണ് രാജിയിൽ തിരിഞ്ഞത്. അപ്പൊ അതിന് നാട്ടുകാരുടെ വിപുലമായിട്ടുള്ള പരിപാടി ആലോചിക്കുന്നത് ജനങ്ങൾ സഹകരിച്ചാൽ അത് നടത്താം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 2 കൊല്ലം മുമ്പ് നമ്മള് ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി. 10-40 ലക്ഷം ഉറുപ്പിക നാട്ടുകാരെ സംഘടിപ്പിച്ചിട്ട് ക്ഷേത്രം പുതുക്കി പണിയുണ്ടായി. ആകെ പുതുക്കി പണിതു. അതേ മട്ട് പനംകുറിശ്ശിക്കാവില് ഇപ്പൊ കാണുന്ന പ്രതിഷ്ഠയും അതുപോലെ ശ്രീകോവിലും പുതുക്കി പണിയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്നുള്ളത് കൂടി ഉറപ്പിക്കുകയാണ്. ചിലപ്പോ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. വിളിച്ച വിളിയേക്കുന്ന ദൈവമാണ് അവിടെ ഉള്ളത്. എന്താ വെച്ചാല് കുറെ കാലം മുമ്പേ ഈ സാമൂഹിക ഒരു തേറാൾപ്പാട് പറഞ്ഞിട്ട് ഈ കോട്ടയ്ക്കുന്ന് കരിമ്പഴക്കൊരു കൊട്ടിച്ചെഴുന്നേൽത്ത ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഇതിനെയാണ് പോയിരുന്നത്. മഞ്ചൽ കൂടിയിട്ടാണ് പോയിരുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ഇത് പോകുന്ന വഴിക്ക് ഒരാളന്മാരും അന്നത്തെ ഒരാളന്മാരും ഭക്തജനങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇത് വരുന്ന സമയത്ത് ഇവരെ ബഹുമാനിച്ചില്ലാന്നുള്ളൊരു ഇതാണ്. അപ്പൊ അതിന്റെ കാരണം പറ്റിയിട്ടു വാക്തർക്കായി ഇവര് തമ്മില് ഒരാളൊരു ഇത് തമ്മില് ഒരാള് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭഗവതി ഇവിടെ ഉണ്ട്, അതിനൊക്കെ വലിയ ആൾ ഇനി പോവാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്നുള്ളത് അതിന് വിളിച്ച വിളിയേക്കുന്നുള്ളൊരു വിളിച്ച വിളിയേക്കുന്നാണ്. അപ്പൊ അങ്ങനെ ഈ കുളത്ത് പോയിട്ട് ഓരോലും മുങ്ങി വന്ന് പുറത്താതെ ചെമ്പത്തി വല കഴിച്ചിട്ട് വളയമ്പിൽ പിടിച്ചിട്ട് കാളി കൂടി കണ്ടേ കാളി കണ്ടേ ഒരു 1.5 ദിവസം ഈ എന്നുള്ളൊരു അശ്വതി ഇങ്ങനെ മുഴങ്ങിയെന്ന് പറഞ്ഞു. ആ സമയം ഇയാളുടെ കയ്യ് വളയമ്പ് നിൽക്കാൻ കഴിയില്ല, പിടിച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യുന്ന വെച്ചപ്പോഴാണ് അതിന് കുറെ ഭൂമി വരെ ചാർത്തി കൊടുക്കണ്ടായി. കുളിക്കാൻ കുളക്കണ്ടം, കുറിയിടാൻ ചന്ദനക്കണ്ടം, വസ്ത്രത്തിന് കുറുമാരിക്കണ്ടം, അങ്ങനെ 6 ഇതില് പൂവിന് പോകുന്നുണ്ട്. അപ്പൊ ആ കണ്ടങ്ങളൊക്കെ ഇന്നും ആ പേരിലാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഭൂമികള്. ഇപ്പൊ ഓരോരുത്തർ കയ്യിലായത് നിയമൊക്കെ വന്നതിന് ശേഷം. അങ്ങനെ ഈ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കൈ മഴ പോകുന്നത്. പിന്നെ ഇതല്ല, ഇത് വേറെയും ജനങ്ങൾ ഇവിടെ എന്തെങ്കിലും മനസ്സൊരുക്കാൻ പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കും അല്ലേ? പനംകുറിശ്ശിക്കാവിലെന്നെ പറ്റി ഞാൻ മുമ്പ് വേറൊരു വീഡിയോ ചെയ്തപ്പോൾ അതുമായിട്ടൊരു ബന്ധം ഈ ക്ഷേത്രത്തിന് പറഞ്ഞു കേട്ടെ. പിന്നെ ഒരു നമ്മുടെ പുഴ കടന്നിട്ടൊരു അമ്പലം ഉണ്ടല്ലോ, കാളികടവ്, അതിന്റെ വീഡിയോ ഇട്ടിരുന്നു. ആ കാളികടവിനൊരു ഇതുണ്ട് ഈ ഭഗവതിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ അതെ അതെ. അവിടേക്ക് ഇവിടുന്ന് ഒരു അന്തർജനത്തിന് വിവാഹം കഴിച്ചു വെളിയേച്ചു വെച്ചതാണ്. അപ്പൊ അവിടെ പാട്ട് ഇവിടെ നടക്കുന്ന പോരെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു വിടാതിരിക്കുണ്ടായി. അപ്പൊ അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അയച്ചു വെച്ചിട്ട് അങ്ങനെ പാതിരയ്ക്ക് ഇവിടുന്ന് വെളിച്ചപ്പാടും പോയിട്ട് പുഴ കടന്ന് നശിച്ചു നിൽക്കണ വെള്ളം പുഴ നിൽക്കുമ്പോ പുഴയില് അങ്ങനെ വാളുകൊണ്ട് മാറ്റിയിട്ട് ആ പുഴ കടന്നു പോയി. ആ സമയത്ത് അവിടെ കളയിച്ചു എന്നുള്ളൊരു ഐതിഹ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ കാളികടവ് കടന്ന കടവ് എന്നാണ് അത് കാളികടവായിട്ട് മാറിയത്. അങ്ങനെ ഒരു ഐതിഹ്യം നിൽക്കുന്നത്. ഞാനൊരു പെരുമഴയത്ത് അവിടെ പോയത്. അപ്പൊ അവിടെ പോയപ്പോ അവര് ഭയങ്കര സാധനം, അപ്പൊ അവര് ഈ അമ്പലമായിട്ടുള്ളൊരു ബന്ധമാണെന്ന് പറഞ്ഞു. പിന്നെ സർക്കാർ നിശ്ചയിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എന്തായാലും എല്ലാവരും കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെ നന്നായിട്ട് സഹകരിച്ച് എല്ലാരും കൂടി ഈ കാരണം വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരുമ്പോ തന്നെ അതിന്റെ ഒരു വ്യത്യാസം അറിയാണ്ട്. ഇപ്പൊ ശ്രീകോവിലിന്റെ പണി ഏകദേശം ഒരു 1.5 കോടിയോളം ഉൾപ്പെടെ മൊത്തത്തിൽ വരും. അത് പൊളിച്ചിരുന്നു. അതൊക്കെ ഇപ്പൊ ഭക്തജനങ്ങളുടെ സംഭാവന സഹായിക്കുന്നതാണ്. പിന്നെ ശിവക്ഷേത്രം കീഴടം ശിവക്ഷേത്രം അത് പോയോ? അത് പോയി. അതിന്റെ ഒരു അവലോകനം കിട്ടിയിട്ടില്ല. അതിന്റെ എന്ന് പറഞ്ഞാൽ അതിപ്പോ പറഞ്ഞ ഇതിനേക്കാൾ പഴക്കണ്ടെന്നാ പറഞ്ഞത് ശിവക്ഷേത്രത്തിന്. പിന്നെ അവിടെ പിന്നെ കന്നിമാസത്തില് താല്പര്യമില്ല. ഈ വള്ളുവനാട്ടിലിപ്പോ ഉത്സവങ്ങൾ തുടക്കം കുറിക്കണം അവിടെ നിന്നാണ്. കന്നിമാസം 1-ാം തീയതിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ചൊവ്വാഴ്ചക്കാണ് പാട്ട് പോറുള്ളത്. പഴയ കാലത്തിൽ 12 പാട്ട് കളിപ്പിലായിരുന്നത്. അപ്പൊ ജനങ്ങൾ കൂടി വന്നപ്പോ അതൊരു മാസക്കാരായിട്ട് അവസാനത്തെ ചൊവ്വാഴ്ച താല്പര്യം കഴിക്കുന്ന ഒരു ഇതാണ്.
ശിവക്ഷേത്രത്തിനൊക്കെ ഏകദേശം ഒരു 12,000 മീതെ വർഷം ഇതിന്റെയും പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ പഴയ ഒരു ഇത് പറയണത് അല്ലേ? ആദ്യം അതാണ്. പിന്നെ അവിടെയും ഇവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോ അവിടെയായിട്ട് എന്തെങ്കിലും ഒരു അവിടെ ശിവരാത്രി അല്ല ഇവിടെ ആഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ തൊഴുതിട്ട് ഇവിടെ തൊഴണമെന്നാണ് വിശ്വാസം. വിശ്വാസം അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെ? പിന്നെ പൂരം ദിവസം ഇവിടുന്ന് ഒരു എഴുന്നള്ളിപ്പ് പോകുന്നുണ്ട്. അതെ അല്ലേ? ഓ ശരി. ചില നമ്മള് കീഴട അമ്പലങ്ങളിൽ നമ്മളിവിടെ ഒരു അമ്പലത്തിൽ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് കീഴട അമ്പലത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പൂരം ദിവസം വേഴാം പൂരം ദിവസം അതെ പൂരം പുറപ്പെട്ടിട്ടാണ്. പിന്നെ ഈ പൂരം ഇവിടെ കഴിയുന്ന ദിവസം അവസാനത്തെ ദിവസം പഴക്കാല ദിവസം അവിടെ ഒരു നവകമഞ്ചേരി അങ്ങനെ വിശേഷ തന്ത്രി പൂജയ്ക്ക് ഇതിനോടനുബന്ധിച്ച് അവിടെ എടുത്തു. അവിടെ ഏതൊക്കെ ഉപദേവങ്ങള്? ഗണപതി, അയ്യപ്പനും അയ്യപ്പനും അതിന്റെ ഉള്ളിലുള്ള പിന്നെ ക്ഷേത്രവാലിന്റെ ഉണ്ട് സങ്കല്പികമായിട്ട്. പാമ്പങ്കാവ് എന്തോ 7 വീടുകൾ ഈ ട്രസ്റ്റ് കുടുംബങ്ങളുടെ ഇത് ബന്ധപ്പെട്ടാണ് സർപ്പക്കാവ്. 7 വീട്ടുകാർക്കും 7 സർവ്വക്കാർക്കും 7 സെപ്പറേറ്റ് ആയിട്ടാണ്. ശ്രീകോവിലിന്റെ പുനരുദ്ധാരണത്തിന് എല്ലാ ഭക്തന്മാരും ജനങ്ങളും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം അതൊക്കെ പറയാനുള്ളത്. എല്ലാവരും സഹകരിക്കട്ടെ അല്ലെ? ജനങ്ങൾ ഒന്നാകെ സഹകരിക്കുമ്പോഴാണ് നമുക്കിത് മുന്നോട്ട് ഇതുപോലെ ക്ഷേത്രം നമുക്ക് നടത്തിപ്പേ സാധിക്കൂ. നടത്തിക്കാൻ ജനങ്ങൾ ശരിക്കും സഹകരിക്കട്ടെ എല്ലാവരും അല്ലെ? പേരെന്താ? എന്റെ പേര് സൂര്യാനാരായണ. ഇവിടെ അമ്പലത്തില് കഴകാണ് അല്ലെ? എത്ര വർഷമായി? 33 വർഷമായി ഇവിടെ വന്ന്. ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ അമ്പലത്തിലുണ്ടായിരുന്നു അല്ലെ? 33 വർഷം ഇവിടെ ആയി വന്നിട്ട്. 33 വർഷമൊക്കെ ആകുമ്പോ നമ്മൾ അമ്പലത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങള് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങൾ തന്നെയാണ് നാട്ടിൽ. ഇവരെ പഴയ പൂർവികന്മാര് പോയിട്ട് കച്ചവടത്തിന് വ്യാപാരത്തിന് പോയിട്ട് അങ്ങനെ ഭഗവതി ഒപ്പം വന്നിട്ട് ഇവിടെ ഇരുന്നു എന്നാണ്. ചോളരാജ്യത്തിന് വന്നിരുന്നു. അങ്ങനെ ഇവിടെ പന ഉള്ള സ്ഥലമായിരുന്നു കരിമ്പനകള്. അത് പിന്നെ വനമൂർച്ചി എന്നുള്ള പേരാണ് അങ്ങനെ പൻകുരിശിക്കാവായി മാറ്റി. പുഷ്പങ്ങള് നേരെ കൊടുത്ത കളമ്പാട്ടിന് വേണ്ട മാല അപ്പൊ പൂവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മുമ്പൊക്കെ നമ്മൾ എല്ലാ വീടുകളിലും നിറച്ച് കിട്ടാണ്ട് ഉണ്ടല്ലേ? ഈ വേനൽക്കാലത്ത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അല്ലാത്ത കാലത്തൊക്കെ പോയിട്ടുണ്ട്. ജനങ്ങൾ കൊണ്ടുവരും, നമ്മള് വെള്ളം തളിച്ചെടുക്കും. പിന്നെ നമ്മളെല്ലാം നേരൊക്കെ പോയി ഉണ്ടാക്കി കൊണ്ടുവരും അല്ലേ? അങ്ങനെ ഒരു 7 വർഷം കൂടി ഉണ്ട് ഇവിടെ. അതല്ലേ? നന്നായി പോട്ടെ. എന്തായാലും നമസ്കാരം. പേര്? എന്റെ പേര് കാളിദാസൻ. കാളിദാസൻ അല്ലേ? ഇവിടെ അടുത്തന്നെ വീട്. എന്താ അമ്പലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്പലത്തിൽ ഇപ്പൊ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ, മാനേജര്, ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞതിനടുത്ത് പറയാനുണ്ട്. അത് തന്നെയാണ് ഗോപാലകൃഷ്ണൻ കൂടുതലായി സംസാരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ്. അതല്ലേ? നമുക്ക് നല്ല വിശ്വാസമാണ് ഇവിടെ അല്ലേ? എന്നും ഇവിടെ ഉണ്ടാവും അമ്പലത്തില്. അതെ അതെ അതെ. അച്ഛനായിട്ട് അമ്പലത്തിൽ എല്ലാ കാര്യത്തിലും വേണ്ടി വളരെയധികം ഉത്സാഹിക്കുക. ഞങ്ങൾ ഈ കൊടിമരം വീണപ്പോ അത് നന്നാക്കാനും നേരെക്കാനൊക്കെ മുമ്പിലും പിന്നിൽ വന്നിട്ട് സഹകരിച്ച ആളാണ്. പറകളൊക്കെ ഒരുക്കി ഉണ്ടാക്കി ഓടുകൊണ്ടാണ് അത് മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത്. കാലും ഒക്കെ ഏകരക്കാലൊക്കെ കെട്ടി അനുസരിച്ച് പൊടിമരം ഉണ്ടാക്കുന്നതിൽ വളരെയധികം ഉത്സാഹിക്കുന്നത്. എന്റെ വീട്ടിലിരുന്ന് പണിയുണ്ടായിരുന്നു. കുറഞ്ഞിരുന്നു പോയപ്പോഴേ. അത് ശരി. അപ്പൊ അങ്ങനെ അന്ന് മുതലൊക്കെ അദ്ദേഹം അമ്പലത്തിന്റെ സജീവ ആളാണ്. എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് അതിന്റെ ചുമതല ഒന്നും വേണ്ട, നമ്മളിവിടെ ഉണ്ടാവും എന്താണെങ്കിലും. ഓക്കെ.